rupees 105 plus rupees 75 plus rupees 36.75. ഇതിനെങ്ങനെ ആഡ് ചെയ്യാൻ നല്ല ഈസിയാണ്. ആദ്യം നമ്മൾ നമ്പർ മാത്രം എടുത്തെഴുതുക. ഈ റുപ്പീസിനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. 105 പ്ലസ് 75 പ്ലസ് 36.75. ഇനി ഇത് അഡീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മൂന്നിനെ ഒരുമിച്ചിട്ട് എഴുതാം. അതല്ല ഇതിൻ്റെ ഇടയിൽ ഒരു സബ്ട്രാക്ഷനൊക്കെ വരികയാണെങ്കിലോ നമ്മൾ ആദ്യം അഡീഷൻ ചെയ്തിട്ട് അതിന് ശേഷമാണ് സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. 105 പ്ലസ് ദൂരത്തെ പ്ലസ് ഇട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. 75 പ്ലസ് ഇതുണ്ടോ 36.75 എന്നുണ്ട്. അപ്പോൾ ഈ 36നെ നമ്മൾ ഈ നമ്പർ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതുക. വൺസിൻ്റെ പ്ലേസിൽ 6 എഴുതുക, ടെൻസിൻ്റെ പ്ലേസിൽ 3 എഴുതുക. ഇനി പോയിൻ്റ് എന്ന് ചേർക്കുക. 75 എഴുതിട്ടോ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ എഴുതുക? അവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെറുതെ പോയിൻ്റ് നിട്ടിട്ട് 2 0 എന്ന് ചേർത്ത് കൊടുക്കുക. തെറ്റാതെക്കാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പോയിൻ്റുകൾ എപ്പോഴും ഒരേ ലൈനിൽ വരണം. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പറുകൾ ഒരേ ലൈനിൽ, അടുത്ത നമ്പർ ഒരേ ലൈനിൽ, അങ്ങനെ വരണം. അപ്പോൾ നമ്മൾ 2 നമ്പർ ഇങ്ങനെ പോയിൻ്റുള്ള 2 നമ്പർ തരാണ്. 5.1 പ്ലസ് 7.10 അങ്ങനെ തന്ന് 101 അങ്ങനെ തന്ന്. നമ്മളോട് കൂട്ടാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ കൂട്ടാമെന്നറിയാം. 5.1 എന്ന് എഴുതും. ഇനി ഈ 7 ഉണ്ടല്ലോ, ഈ 5ഉം 7ഉം നമുക്ക് സംഖ്യകളാണ്, പോയിൻ്റ് ഇല്ലാത്ത. അപ്പോൾ 7നെ 5ൻ്റെ നേരെ താഴെ കൊണ്ടിട്ട് എഴുതി. ഇനി 2 പോയിൻ്റ് ഒരേ ലൈനിൽ വന്ന് 1 എഴുതി. 1ൻ്റെ നേരെ താഴെയാണ് ഈ നമ്പർ വരിക. അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എഴുതുക. 1 0 1. ഇവിടെ 2 സംഖ്യ ഇല്ലല്ലോ, അപ്പോൾ ആ സ്ഥാനത്ത് 2 0 ചേർക്കും. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 + 1 1, 0 + 0 0, 1 + 1 2, 5 + 7 12. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉള്ളൂ. അത്ര വ്യത്യാസമുള്ളൂ. ഇനി ഇത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. 0 + 0 0, 0 + 5 5, 0 + 0 0, 0 + 7 7. പോയിൻ്റ് ഒരേപോലെ വരണം. അപ്പോഴേ നമുക്കിത് കറക്റ്റായിട്ട് ഇവിടെ ആൻസറിൽ ശരിയാവുള്ളൂ കേട്ടോ. ഇനി 5 + 5 10, 10 + 6 16. അതിന് നമ്മൾ 6 എന്ന് എഴുതും. ബാക്കി ബാലൻസ് 1 അത് ഇവിടെ കൊടുത്തു. 1 + 7 8, 8 + 3 11. അതിന് നമ്മൾ 1 കൊടുത്ത്, ബാക്കി 1 1 + 1 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 216.75. ഇനി ഇതിലൊരു സബ്ട്രാക്ഷൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? അതായത് ഒരു ചോദ്യം, റുപ്പീസ് 500 മൈനസ് റുപ്പീസ് 216.75. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതേപോലെ തന്നെ ചെയ്യുക. എഴുതുക. റുപ്പീസിന് ഒഴിവാക്കുക, 500 എന്നിടുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമില്ലേ, അപ്പോൾ ഇവിടെ പോയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിൻ്റ് ചേർത്ത് 2 0 ചേർത്ത് കൊടുക്കുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പൂജ്യങ്ങൾ നമുക്ക് ചേർക്കാം, ഇഷ്ടം പോലെ ചേർക്കുക. കാരണം പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന പൂജ്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല. പക്ഷെ 0 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 1 വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 0-നും വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, 1 0 എന്ന് മാത്രമുള്ളെങ്കിൽ ഈ 0ക്ക് വാല്യൂ ഇല്ല. ഈ 1 ഇല്ലെങ്കിൽ ഈ 1ഉം കൂടി വന്നത് കൊണ്ട് ഈ 0ക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെയാണ് പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്ഥാനമുള്ളതുകൊണ്ട് ഞാൻ 2 0 ചേർത്ത്. ഇനി മൈനസ് 216 6. ആദ്യം ഈ പോയിൻ്റിനെ ചേർക്കുക. ഇനി ഈ ഭാഗത്തുള്ള സംഖ്യകൾ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ വൺസിൻ്റെ പ്ലേസിൽ നിന്ന് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ 6 1 2. ഇനി ഈ ബാക്കിയുള്ളതോ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് എഴുതുക. പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും നമ്മൾ സംഖ്യ തുടങ്ങുക. അത് അഡീഷൻ ആയിക്കോട്ടെ സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ, പോയിൻ്റ് ഇട്ടിട്ട് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് എഴുതുക, ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇവിടെ 75. ഇനി നേരെ കുറക്കുക. സാധാരണ കുറക്കുന്ന പോലെ. പോയിൻ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, പോയിൻ്റ് ഇല്ല. ഇത് എത്ര ഇത് നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? 1s 10s 100s 1000s 10,000s അങ്ങനെയല്ലേ. അപ്പോൾ ഇത് 50,000 21,675 അങ്ങനെയുള്ള നമ്പറാണെന്ന് വിചാരിക്കുക. പോയിൻ്റ് ഇല്ലാതെ കേട്ടോ. ഇനി നേരെ ചെയ്യുക. അതായത് ഇതിങ്ങനെയാണെന്ന് വിചാരിക്കുക. 21675. ഇതിനെ നേരെ നമ്മൾ കുറക്കല്ലേ ചെയ്യുക, പോയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതേപോലെ ഇതിനെയും ചെയ്യുക. നമ്മൾ 0 എന്ന് 5നെ കുറക്കാൻ നോക്കി, കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടം ചോദിക്കും, ബോറോ ചെയ്യും.
ഒന്ന് കടം ചോദിക്കും ഇതിനെ 10 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയില്ല, ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയും 0 ഇവിടെയും 0, ഇവിടെ മാത്രമുള്ള നമ്പർ. അപ്പോൾ നമ്മൾ ഈ 5ൻ്റെ അടുത്തുനിന്ന് വാങ്ങും. ഈ 5ൻ്റെ അടുത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല. പിന്നെ എങ്ങനെ ചെയ്യുക? ഈ 5ന് ഈ ഒരു നമ്പറിന് മാത്രമേ ആരോ കൊടുക്കാൻ പാടുള്ളൂ, ഒരു സംഖ്യ കടം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ 5 ഈ 0ന് ഒരു 1നെ കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ തന്നെ ഈ 5 എന്തായിട്ട് മാറും? 4 എന്നായിട്ട് മാറും. അത് അപ്പം തന്നെ എഴുതി വെക്കുക. ഈ 0 എന്താവും? 1 എന്നാണാവുക? അല്ല, 1നെ കൊടുക്കുമ്പോൾ ഈ 0ൻ്റെ ഈ ഭാഗത്തൊരു 1നെ ചേർത്ത് കൊടുക്കുക ചെയ്യുക. അതായത് 10 എന്നാകും. ഇനി ഈ 10 ഈ 0ന് ഒരു 1നെ കൊടുക്കും. അപ്പോൾ ഈ 10 9 എന്നാകും. ഇത് ഈ 0 10 എന്നായി. ഇനി പോയിൻ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് കൊടുക്കാൻ പാടുണ്ടോയെന്ന് വിചാരിക്കേണ്ട. പോയിൻറ്റിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ചെയ്യുക. 10 ഈ 0ന് 1നെ കൊടുത്തിട്ട് ഈ 0നെ 10 എന്നാക്കും. ഈ 10 എന്താവും? 9 എന്നാവും. ഈ 10 ഈ 0ന് 1നെ കൊടുത്ത് 10 എന്നാക്കി. ഈ 10 9 എന്നായി. ഇനി നേരെ ചെയ്യുക. 10 കുറക്കണം 5. 10 5ന് കുറച്ചാൽ എന്താ കിട്ടുക? 5. ഇനി ഇത് 9. 9ൽ നിന്ന് 7നെ മൈനസ് ചെയ്യുക. അപ്പോൾ 2. ഇനി നമ്മൾ പോയിൻ്റ് ചേർത്ത്. ഇനി 9 - 6 3, 9 - 1 8, 4 - 2 2, 283.25. അപ്പോൾ സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ?